Hi friends, welcome to my YouTube channel. I'm Bensi. Our channel name Help Me Lord. ഇന്നത്തെ വീഡിയോ ആവി പിടിച്ച് എങ്ങനെ സൗന്ദര്യം നേടാം എന്നാണ്. ഒട്ടും ചിലവില്ലാത്ത ഒരു സൗന്ദര്യ സംരക്ഷണ രീതിയാണ് ആവി പിടിക്കൽ. ആവി പിടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും എങ്ങനെയാണ് ആവി പിടിക്കേണ്ടതെന്നും അതോടൊപ്പം തന്നെ ദോഷവശങ്ങളും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. ആവി പിടിക്കുന്നതിന് മുമ്പ് മുഖം വൃത്തിയായി കഴുകുക. മുഖത്തെ മേക്കപ്പ് പൂർണ്ണമായി നീക്കിയെങ്കിൽ മാത്രമേ അഴുക്കുകളും പൂർണ്ണമായും നീങ്ങുകയുള്ളൂ. ആവി പിടിക്കുന്നതിലൂടെ മുഖത്തെ രക്തയോട്ടം വർദ്ധിക്കുകയും ഇതുവഴി മുഖത്തെ സുഷിരങ്ങൾ തുറന്ന് ധാരാളം ഓക്സിജൻ അതിലേക്ക് കടക്കുകയും ചെയ്യും. ഇത് മുഖത്തിന്റെ വരൾച്ച മാറ്റി തിളക്കം വർദ്ധിപ്പിക്കും. മുഖം നന്നായി വിയർക്കുന്നത് വരെ ആവി പിടിക്കണം. ഇതിലൂടെ മുഖത്തടിഞ്ഞുകൂടുന്ന അഴുക്ക്, പൊടിപടലങ്ങൾ എന്നിവയൊക്കെ മാറിപ്പോകുന്നു. ഫേസ് മാസ്കോ ക്ലെൻസിംഗ് മിൽക്കോ ഒക്കെ ഉപയോഗിച്ചാൽ പോലും നീങ്ങാത്ത അഴുക്കുകൾ ആവി പിടിക്കുന്നതിലൂടെ ഇല്ലാതാകും. ആവി പിടിക്കുന്നത് വഴി മുഖോപരിതലത്തിലെ നിർജീവമായ തൊലി ഇല്ലാതാകുകയും തിളക്കമുള്ള ചർമ്മം നമുക്ക് കിട്ടുകയും ചെയ്യും. കൂടാതെ മുഖത്തെ കറുത്തതും വെളുത്തതുമായുള്ള എല്ലാ പാടുകളും ക്രമേണ ഇല്ലാതാകും. മുഖക്കുരു അകലാനായി ആവി പിടിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ ഐസ് ക്യൂബ് മുഖത്ത് പുരട്ടാം. ആവി പിടിക്കുമ്പോഴുള്ള ചൂട് വഴി മുഖക്കുരുവിലെ പസ് പുറത്തേക്ക് വരികയും ഐസ് ക്യൂബ് വയ്ക്കുന്നത് വഴി പുതിയ മുഖക്കുരുക്കൾ വരാതിരിക്കുകയും ചെയ്യും. ഫേഷ്യൽ സ്റ്റീമർ ഇല്ലാത്ത സാഹചര്യത്തിൽ വലിയ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ആവി കൊള്ളാം. മുഖം ഒരു തുണി കൊണ്ട് മറച്ച് ആവി പുറത്തു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റീമറിലായാലും പാത്രത്തിലായാലും ചൂടധികം മുഖത്തടിക്കാൻ പാടില്ല. അത് മുഖത്തെ നേർത്ത കോശങ്ങൾക്ക് പൊള്ളൽ ഏൽക്കാൻ ഇടയാകും. മുഖം ഡ്രൈ ആകാനും ഇടയാകും. മുഖം ഒത്തിരി അടുപ്പിച്ച് വെക്കരുത്. നിശ്ചിത അകലം പാലിക്കണം. ഇനി ഇതിൽ സാധാരണ പനിയും അലർജിയും ഒക്കെ വരുമ്പോൾ വിക്സോ ബാമോ ഒക്കെ ഇടുന്ന പോലെ അതൊന്നും ഇടണ്ട. പകരം ആര്യവേപ്പിന്റെ ഇല, തുളസി ഇല, നാരകത്തിന്റെ ഇല ഇവയൊക്കെ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഇടുന്നത് നല്ലതാണ്. ഈ ഇലകൾ നമ്മൾ പാത്രത്തിലാണ് ആവി പിടിക്കുന്നതെങ്കിൽ അതിൽ ഇടാം. ഇലക്ട്രിക് സ്റ്റീമർ ആണെങ്കിൽ ഇങ്ങനെ ഇലകൾ ഇടണ്ട. അതിന് പകരം നാരങ്ങ നീരോ റോസ് വാട്ടറോ ഒക്കെ ഉപയോഗിക്കാം. ഇതൊന്നും ഇട്ടില്ല എങ്കിലും കുഴപ്പമില്ല. ആവി പിടിക്കുമ്പോൾ മുഖത്തെ ചുളിവുകൾ മാറുകയും മുഖം സോഫ്റ്റായി നല്ല തിളക്കം ലഭിക്കുകയും ചെയ്യും. 5 മുതൽ 10 മിനിറ്റ് വരെയാണ് ആവി പിടിക്കേണ്ട ശരിയായ സമയം. അതിൽ കൂടുതൽ ചെയ്താൽ അത് ഗുണത്തിന് പകരം ദോഷമാകും. ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം ഇങ്ങനെ ആവി പിടിച്ചാൽ മതി. അമിതമായാൽ ചർമ്മം വരളുകയും വിണ്ട് കീറുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ചൂട് അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ചൂട് കൂടുതലായാൽ അത് മുഖചർമ്മത്തെ ദോഷകരമായി ബാധിക്കും. ആവി പിടിക്കുമ്പോൾ കണ്ണടച്ചു വെക്കുക. കണ്ണിൽ ആവി ഒട്ടും കൊള്ളരുത്. വേണമെങ്കിൽ കണ്ണിൽ നനഞ്ഞ തുണി കെട്ടി ആവി പിടിക്കാം. ആവി പിടിച്ചു കഴിഞ്ഞ ശേഷം മുഖം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക. പ്രത്യേകിച്ച് കണ്ണുകൾ കഴുകാൻ മറക്കരുത്. നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കണ്ണുകൾ കഴുകണം. ഏതെങ്കിലും തരത്തിൽ ചർമ്മരോഗം ഉള്ളവർ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് പുതിയ ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യണം. അത് പലർക്കും സഹായമാകും. ലിങ്ക് ഇനിയും കിട്ടാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേജിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം. ബൈ. ഗോഡ് ബ്ലെസ് യു.